إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം ആശങ്കകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് നാം ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനൊക്കെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയിലൊക്കെയുള്ള പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളേറെ സങ്കടപ്പെടുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത. ഇത് കുട്ടികൾ എന്ന് മാത്രമല്ല, വലിയ ആളുകളും, ചെറുപ്പക്കാരും, യുവാക്കളും യുവതികളുമൊക്കെ ഇത്തരത്തിൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, പൊടുന്നനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് അവർ കണ്ടെത്തുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് സ്വന്തം ജീവനെ നശിപ്പിച്ചു കളയുക, സ്വന്തം ആത്മാവിനെ ഹനിച്ചു കളയുക എന്നുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റീചാർജ് ചെയ്യാൻ പൈസ കുറഞ്ഞതിന്റെ പേരിൽ
കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ TV ചാനലുകൾ മാറ്റിയതിന്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലം, മൊബൈൽ ഫോൺ നൽകാത്തതിന്റെ പേരിൽ അതിൽ വിഷമിച്ച് മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടം. മറുഭാഗത്ത് വലിയ ആളുകൾ, വലിയ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന, വലിയ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന ആളുകൾ ജീവിതത്തിലുള്ള ലഹരിയിലേക്ക് കടന്നു ചെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇന്റർനെറ്റിലൂടെ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത് അതിൽ വലിയ ഭീമമായിട്ടുള്ള പലിശ വന്ന് തിരിച്ചടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ, ജീവിതത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിവൃത്തികേടുകൊണ്ട് ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ കുടുംബസമേതം ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ, ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് അതിലൂടെ പണം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവനെ നശിപ്പിക്കുന്ന കുട്ടികളുടെ കാലഘട്ടം, പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ജീവൻ അപകടപ്പെടുത്തുന്ന യുവാക്കളുടെയും യുവതികളുടെയും കാലഘട്ടം, ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ സംഭവിച്ച് അതിൽ പ്രയാസപ്പെട്ട് മനം നൊന്തുകൊണ്ട് ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അതല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറുപ്പക്കാരികളുമായിട്ടുള്ള ആളുകൾ, നവവധു നവവരൻ ആത്മഹത്യയിൽ അഭയം തേടുന്ന കാലഘട്ടം. ഇങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഈ ആത്മഹത്യാ പ്രവണത സർവ്വസാധാരണമായിക്കൊണ്ട് നമുക്കിടയിൽ, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് ഈ രംഗത്ത് വലിയ നിർദ്ദേശങ്ങളാണ്, വലിയ ഗൗരവത്തിലാണ് പരിശുദ്ധ ഇസ്ലാം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഹരിച്ചു കളയുവാനുള്ള അവകാശം, ഉത്തരവാദിത്വം, അതല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അല്ലാഹു പവിത്രമാക്കിയിട്ട് അല്ലാഹു കനിഞ്ഞരുളിയ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ അവിടെയൊക്കെ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു പ്രവണത പരിശുദ്ധ ഇസ്ലാം കടുത്ത ഭാഷയിൽ എതിർത്ത, നിരുത്സാഹപ്പെടുത്തിയ, അത്യന്തം ഗൗരവത്തോടെ കണ്ടൊരു വിഷയമാണ്. ഒരു വിശ്വാസിക്കൊരിക്കലും, ഒരു മുസ്ലിമിനൊരിക്കലും തന്നെ ആത്മഹത്യയിലേക്ക് അഭയം തേടിക്കൂടാ, ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നത് പരീക്ഷണമായിക്കൊണ്ടാണ്, അല്ലേ? ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറയുന്നു സൂറത്തുൽ മുൽക്കിലൂടെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനു വേണ്ടിയിട്ട്? അയ്യുകും അഹ്സനു അമലാ, ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പെർഫെക്റ്റ് ആയിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്നത് എന്ന് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനാണ് നിങ്ങൾക്ക് മരണത്തെയും ജീവിതത്തെയും നിശ്ചയിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ജീവിതം ഇങ്ങനെ സുഗമമായിട്ട് പളവളപ്പിലും ആനന്ദത്തിലും മാത്രമായി ഇങ്ങനെ പോകുന്ന ഒന്നല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് പറയുന്നത്. അതങ്ങനെയാ അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 21-ാമത്തെ അധ്യായം 35-ാമത്തെ സൂക്തത്തിലൂടെ, വനബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ.
ഒരു പരീക്ഷണം എന്നത് തിന്മ നൽകിക്കൊണ്ട് നന്മ നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരിശോധിക്കുന്നതാണ്. എന്നിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ജീവിതത്തിൽ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും സന്തോഷം കൊണ്ടും ദുഃഖം കൊണ്ടുമൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ സ്വഹാബിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബ്തലീകും ബിശ്ശിദ്ദതി വറഖാഇ വസ്സിഹ്ഹതി വസ്സഖമി വൽഗിനാ വൽഫഖരി വൽഹലാലി വൽഹറാമി വത്ത്വഅതി വൽമഅസിയതി വൽഹുദാ വദ്ദലാല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാം നിങ്ങളെ ക്ഷാമം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷാമം നൽകി പരീക്ഷിക്കും, ക്ഷേമം നൽകി പരീക്ഷിക്കും, നല്ല ആരോഗ്യം നൽകി പരീക്ഷിക്കും, അനാരോഗ്യം കൊണ്ട് രോഗം കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് നൽകിക്കൊണ്ട് പരീക്ഷിക്കും, ദാരിദ്ര്യം നൽകിക്കൊണ്ട് പരീക്ഷിക്കും, ഹലാലായതുകൊണ്ട് പരീക്ഷിക്കും, ഹറാമായതുകൊണ്ട് പരീക്ഷിക്കും, അനുസരണം കൊണ്ട് പരീക്ഷിക്കും, ധിക്കാരം കൊണ്ട് പരീക്ഷിക്കും, നേർമാർഗം കൊണ്ടും ദുർമാർഗം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. തഫ്സീർ തബ്രിയിൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആമുഖമായിക്കൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള വചനമാണ്. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനമാണ് നിങ്ങൾ ആമുഖമായിക്കൊണ്ട് കേൾപ്പിച്ചത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് അല്ലേ. അല്ലാഹു പറയാണ് വലനബുലുവന്നകും. അറബി ഭാഷയില് ലാമുൽ ഖസം കൊണ്ട് നൂനുൽ തൗക്കീദ് കൊണ്ട് ഊന്നി പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് തൗക്കീദ് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഊന്നി പറയുന്നൊരു കാര്യമാണ് വലനബുലുവന്നകും. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ ചിലപ്പോൾ പരീക്ഷിച്ചേക്കാമെന്നല്ല, ചിലപ്പോൾ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാവുന്നില്ല, മറിച്ച് വലനബുലുവന്നകും തീർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ട് പരീക്ഷിക്കും? ബിശൈഇൻ മിനൽ ഖൗഫി, ഭയപ്പാട് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, വൽ ജൂഇ, പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ആൾ നഷ്ടം കൊണ്ട് വിഭവ നഷ്ടം കൊണ്ട് ധനനഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ആ സമയത്തൊക്കെ വബശ്ശിരിസ് സ്വാബിരീൻ, ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത്, സഹിക്കാൻ കഴിയുന്നത്, പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, അവർക്ക് വിജയമുണ്ട്, സ്വർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് തീർച്ചയാണ്, അല്ലാഹു പറഞ്ഞതാണ്. അവിടെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും ജീവിതത്തെ അപകടപ്പെടുത്താൻ പാടില്ല, ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല. അതൊരു പരിഹാരമല്ല, അത് പരിഹാരമല്ല, നാശമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യയിൽ അഭയം തേടുന്ന ആളുകൾ ഖലാ ഖദറിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ ഖലാ ഖദറിൽ നിന്ന് വിശ്വസിക്കാത്ത ആളുകളാണ്. ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലുള്ള നമ്മുടെ ഈമാൻ പൂർണ്ണമാകാൻ ഈമാൻ കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ എത്ര ചൊല്ലിപ്പടിച്ചതാ അല്ലേ. നമ്മൾ മദ്രസയിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിച്ചതാണ് ഈമാൻ കാര്യങ്ങൾ. അത് അറിയൽ ഫർളാണ്, അത് കൃത്യമായിക്കൊണ്ട് പാലിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അതിൽ ആറാമത്തെ ഈമാൻ കാര്യത്തിലെ ആറാമത്തെ കാര്യമെന്താ? ഈമാൻ കാര്യത്തിന് ആറാമത്തെ കാര്യമെന്താ? അത് ഖലാ ഖദറിലുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസമാണ്. എന്താണ് ഖദർ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള, ജീവിതത്തിൽ നമുക്ക് ഇന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വിശ്വാസം നമുക്ക് നൽകുന്ന ആശ്വാസം തെല്ലൊന്നുമല്ല. ഈ ഖദറിലുള്ള വിശ്വാസം, ഖലാഇലുള്ള വിശ്വാസം ഒരു മനുഷ്യനെ തന്റെ ഈമാനിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്ന വലിയ ഘടകമാണ്.
അതിനിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതൊരു ആശ്വാസമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, കതബല്ലാഹു മഖാദീറൽ ഖലായികി ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർള ബി 50000 സന. ഇമാം മുസ്ലിമിന്റെ ഹദീസാ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ്, ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, തോത്, ഓരോരുത്തരുടെ ഈ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ഇന്ന് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അത് സംഭവിച്ചിരിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖളാ ആണ് എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. മാ അസ്വാബ ബി മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല, അതിനെപ്പറ്റിയിട്ട് അള്ളാഹു ഒരു രേഖയിൽ എഴുതിയിട്ടല്ലാതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അള്ളാന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം. എനിക്കൊരു പ്രയാസം, നാളെ ഒരു ബുദ്ധിമുട്ട് എന്റെ ജീവിതത്തിലുണ്ടോ, അത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടതാ. അത് സംഭവിക്കും, തീർച്ചയാണ്. അല്ലേ? അങ്ങനെ വിശ്വസിക്കുവാനും അങ്ങനെ സമാധാനിക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് അവന് പതറിപ്പോകാതിരിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ അവർ പതറിപ്പോകും. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയോ? ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഇവിടെ നേരത്തെ എഴുതി വെച്ചത് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? അതും അള്ളാഹ് പറഞ്ഞതാണ്. എന്തിനാ അള്ളാഹ് പറഞ്ഞത്? അതും അള്ളാഹു വിശദീകരിക്കുന്നു. സൂറത്ത് ഖുർആനിൽ 57-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം അള്ളാഹ് പറയുകയാണ്, لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. വല്ലാത്തൊരു വർത്തമാനം അല്ലേ? അള്ളാഹ് പറയാണ്, എന്തിനാ നിങ്ങൾക്ക് നേരത്തെ ഇത് അറിയിച്ചു തന്നത്? എല്ലാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? لكي لا تأسوا على ما فاتكم, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കാൻ, ജീവിതത്തിൽ കിട്ടാതെ പോയ കാര്യങ്ങളെ പറ്റിയിട്ട് സങ്കടപ്പെടാതിരിക്കാൻ. അപ്രകാരം തന്നെ വലാ തഫ്റഹൂ ബിമാ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും. രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, ജീവിതത്തിലുള്ള ഒരു നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ജീവിക്കാതിരിക്കാൻ. മറ്റൊന്ന്, കിട്ടിയ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ അമിതമായി ആഹ്ലാദിച്ച് അഹങ്കാരിയാകാതിരിക്കാൻ. എല്ലാം അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളെ, ദുരഭിമാനികൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കള്ളാണ്. അതിൽ സമാധാനിച്ച് ക്ഷമിച്ച് ഈമാനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോ അവിടെ പിന്നെ ആത്മഹത്യക്ക്, തന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നതിന് യാതൊരു സ്കോപ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ സംഗതി, ഒരു ഘട്ടത്തിലും, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും, ഒരു സന്ദർഭത്തിലും മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. ഇസ്ലാം പഠിപ്പിക്കുന്നു. ചില ആളുകളുണ്ട്, എന്നെ റബ്ബ് നാട് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇതിന്റെ ഇടയിൽ നിന്ന്, അല്ലേ? എന്നെ റബ്ബെന്താ തിരിച്ചു വിളിക്കാത്തത്? റബ്ബൊന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, എന്നെ ഈ ഇടങ്ങേറിൽ നിന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു സന്ദർഭത്തിലും മരണത്തെ കൊതിക്കാൻ പാടില്ല, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യതമന്നാ അഹദുകുമുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യർദാദ് വഇമ്മാ മുസിയൻ ഫലഅല്ലഹു യസ്തഅതിബു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യതമന്നാ അഹദുകുമുൽ മൗത, നിങ്ങളിൽ ഒരാൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനൻ, അവൻ നല്ല മനുഷ്യനാണെങ്കിൽ ഫലഅല്ലഹു യസ്ദാദ്, ഒരു നല്ല മനുഷ്യനാണ്, അവന് മരണത്തെ ആഗ്രഹിക്കാൻ പറ്റുമോ? ഞാന്
പിന്നെ നല്ല സ്വാലിഹായിട്ടുള്ള മനുഷ്യനാണ്, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കാൻ പറ്റൂല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയാ, അപ്പം ആ മുഹ്സിനായ മനുഷ്യന് പല തന്റെ നന്മകൾ അധികരിപ്പിക്കാനുള്ള അവസരമാണ്. ആയുസ് തന്റെ നന്മകളെ അധികരിപ്പിക്കുവാനുള്ള അവസരമായിക്കൊണ്ട് അവൻ കാണണം. ഇനി ഇമ്മാ മുസിയൻ, ഒരു ചീത്ത മനുഷ്യനാണ്, തെറ്റുകളൊക്കെ ചെയ്ത് ചീത്ത മനുഷ്യൻ, അവൻ വിചാരിക്കാം ഒരുപാട് തെറ്റുകൾ ചെയ്തു അല്ലെ, തിന്മകൾ ചെയ്തു, എന്തിനായി ജീവിതം അവസാനിപ്പിച്ചേക്കാൻ പാടില്ല, മരിച്ചേക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കാൻ പോലും പാടില്ല. കാരണം നാളെ അവന് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമുണ്ട്. നാളെ അവന് ഖേദിച്ച റബ്ബിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ആയുസ്സുണ്ട്, അവസരമുണ്ട്. അതുകൊണ്ട് നല്ലവനാണെങ്കിലും ശരി, ചീത്തവനാണെങ്കിലും ശരി, നിങ്ങൾ ഒരിക്കലും മരണത്തെ കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിലക്കും മരണത്തെ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു സന്ദർഭം പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചു തരുന്നുണ്ട്, മരണത്തെ കൊതിക്കാൻ പറ്റിയ ഒരു സന്ദർഭം. അതറിയും, ഒരു മനുഷ്യൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, ശക്തമായി കൊണ്ടുള്ള വേദന സഹിച്ച്. സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ ചില രോഗികളെ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ തന്നെ ആഗ്രഹിച്ചു പോകും, ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ. ജീവിതത്തോടും മരണത്തോടും മല്ലിട്ട് കഴിയുന്ന സന്ദർഭം, ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പറയട്ടെ, അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. അതെ, അങ്ങനത്തെ സന്ദർഭത്തിൽ അവൻ പറയേണ്ടത് എന്താ അറിയോ? അല്ലാഹുവേ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ. അല്ലാഹു, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. അതല്ല വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, അതല്ല മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ. ആ സന്ദർഭത്തിൽ മാത്രമേ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സന്ദർഭത്തിലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ആത്മഹത്യയിൽ അഭയം തേടാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, വമ്പിച്ച അപരാധമാണ്. നമ്മൾ മനസ്സിലാക്കണം, ആത്മഹത്യ എന്ന് പറയുന്നത് വൻ പാപമായിക്കൊണ്ടാ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖത്ലുൻ നഫ്സ്, ജീവിതത്തെ നശിപ്പിച്ചു കളയുക, വലിയ അപരാധമായിക്കൊണ്ട് ശിർക്കിന്റെ കൂട്ടത്തിൽ. അപ്രകാരം തന്നെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ ആ ഒരു കൂട്ടത്തിലാണ്, വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് അതിനെ എണ്ണിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെ ഹനിച്ചു കളയാൻ പാടില്ല, കൊന്നുകളയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്, ഒരു മനുഷ്യന് ഒരു വല്ലാത്തൊരു മുറിവ് പറ്റി, ആ മുറിവിന്റെ പ്രയാസത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യണം. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഖുദ്സിയായ ഹദീസാണ്. എന്താ അള്ളാഹ് പറഞ്ഞെന്നറിയോ? ഫഖാല അള്ളാഹു പറഞ്ഞു, ബദറനി അബദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടി. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അള്ളാഹ് പറയുമെന്നാ, എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ വിഷയത്തിൽ അവൻ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടിയിരിക്കുന്നു. അതിനാൽ ഫഖദ് ഹറംതു അലൈഹിൽ ജന്ന, ഞാൻ അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗ ഹറാമാണ്. ആത്മഹത്യ ചെയ്ത ആൾക്ക് സ്വർഗം ഹറാമാണ്. ആത്മഹത്യ ചെയ്തവരെ നമ്മൾ എത്ര വിശുദ്ധരായി വാഴ്ത്തിയിട്ടും കാര്യമില്ല. അങ്ങനെ മരണപ്പെട്ടവരെ വിശുദ്ധരായി വാഴ്ത്തിയിട്ട് കാര്യമില്ല. മറിച്ച് അങ്ങനെ ആത്മഹത്യയിൽ അഭയം തേടിയവർ എന്ത് കാരണം പറഞ്ഞാലും ശരി, എന്ത് ന്യായം പറഞ്ഞാലും ശരി, അവന് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണോ അതേ അവസ്ഥ നാളെ പരലോകത്തുണ്ടാവുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലദീ യഖ്നഖു നഫ്സഹു യഖ്നഖുഹാ ഫിന്നാർ വല്ലദീ യത്അനുഹാ ഫിന്നാർ. ഒരു മനുഷ്യൻ ശ്വാസം മുട്ടിപ്പിച്ച് ആത്മഹത്യ ചെയ്തു.
ശ്വാസം മുട്ടിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്ത് അതേ അവസ്ഥയിൽ അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്രകാരം തന്നെ വല്ല ആയുധം കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് കുത്തിക്കൊണ്ട് മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു, അതേ അവസ്ഥയിൽ നാളെ പരലോകത്ത് അവൻ നരകത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അപ്രകാരം തന്നെ ഒരു മനുഷ്യൻ ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ ആ ആയുധം കൊണ്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടും. ഇനി ഒരു മനുഷ്യൻ മലന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിലേക്ക് ആപതിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് രക്ഷ ഉണ്ടാവില്ല. ഏതൊരവസ്ഥയിലാണോ ആത്മഹത്യ ചെയ്തത് അത് പരലോകത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ എന്നുള്ളത് ഒന്നിനൊരു പരിഹാരമില്ല. വലിയ ശിക്ഷ ലഭിക്കുന്ന, സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഖൈബർ യുദ്ധവേളയിൽ ഒരു മനുഷ്യൻ മുസ്ലിമാണെന്ന് വാദിച്ച് കടന്നു വന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തെ കണ്ട് ആളുകൾക്ക് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുസ്ലിമാണെന്നാണ്. ഖൈബർ യുദ്ധത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം, മറ്റുള്ള ആളുകളെക്കാളൊക്കെ ഭയങ്കര ശത്രുക്കളുമായി കൊണ്ട് അദ്ദേഹം പോരാടി. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, എന്താ അദ്ദേഹത്തിന്റെ പോരാട്ടം. അദ്ദേഹം രക്തസാക്ഷി, അദ്ദേഹം ആ യുദ്ധത്തിൽ മരിക്കുകയാണ്. സ്വഹാബികളൊക്കെ വലിയ അത്ഭുതപ്പെട്ടു. രക്തസാക്ഷി, തീരെ രക്തസാക്ഷിയായി, അദ്ദേഹം ഷഹീദായി. റസൂല് പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ്. സ്വഹാബികൾക്ക് അത്ഭുതമായി. അല്ലാണ്ട് റസൂല് യുദ്ധത്തിൽ ശത്രുക്കളുമായിക്കൊണ്ട് പോരാടി ഷഹീദായിട്ടുള്ള മനുഷ്യൻ നരകത്തിലോ? ഒരു സ്വഹാബി ആ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റൊരു മുറിവ്, യുദ്ധത്തിലേറ്റൊരു മുറിവ് കാരണം അസഹനീയമായിട്ടുള്ള വേദന കൊണ്ട് പുളഞ്ഞ് മരിക്കാതെ വന്നപ്പോ സ്വന്തം ആയുധം, സ്വന്തം വാള് നെഞ്ചത്തേക്ക് കുത്തിയമർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ യുദ്ധത്തിൽ മരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവൻ നരകത്തിലാണ്. അപ്പോൾ അവൻ നരകത്തിലാണ്. എന്ത് ന്യായം പറഞ്ഞാലും സ്വന്തമായിക്കൊണ്ട് സ്വന്തം നഫ്സിനെ ഹനിച്ചു കളഞ്ഞാൽ അത് വലിയ അപരാധമാണ്, നരകമാണ് അവന് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. അത് വലിയ പ്രയാസമാണ്. നൈമിഷികമായിട്ടുള്ള ഈ സുഖത്തിന്റെ നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ശാശ്വതമായിക്കൊണ്ടുള്ള സുഖത്തെ ഇല്ലാതാക്കി കളയുകയാണ്. ഇതാണ് പല കുട്ടികളും വിചാരിച്ചത്, ഇതാണ് ദുനിയാവാണ്, ഇതാണ് ഇവിടെ ജീവിതം എന്നുള്ള ലിബറലിസം അവരങ്ങനെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ലൈഫ് അടിച്ചു പൊളിക്കുക, മരണത്തിന് ശേഷമുള്ള പിന്നല്ലേ ഈ ലൈഫ്. ഇവിടെ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അത് നഷ്ടപ്പെട്ടാൽ അതാണ് വലിയ നഷ്ടമെന്ന് വിചാരിക്കുന്ന ആളുകൾ. അവരാണ് ഈ ആത്മഹത്യയിൽ അഭയം തേടുന്നത്. ഇവിടെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഫമൻ സുഹ്സിയാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, അവിടെയാണ് വിജയമുള്ളത്. അതാണ് യഥാർത്ഥ വിജയം എന്നുള്ളത്. ദുനിയാവ് ഐഹികമായിട്ടുള്ള വഞ്ചനയുടെ യുഗങ്ങളാണ്, കളിയും തമാശകളുമാണ്, വഞ്ചനയുടെ മതാവുൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമാണ് ദുനിയാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിലെ നഷ്ടമൊന്നും ഒരു നഷ്ടമല്ല, പരലോകത്ത് നഷ്ടമാണ് വലിയ നഷ്ടം, അവിടുത്തെ വിജയമാണ് വലിയ വിജയം. അതുകൊണ്ട് എന്റെ ജീവിതത്തെ എന്തെങ്കിലും പ്രയാസത്തിന്റെ പേരിൽ, നൈമിഷികമായിട്ടുള്ള സുഖം കിട്ടാത്തതിന്റെ പേരിൽ ഹോമിക്കാനുള്ള, നശിപ്പിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം. ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ കിട്ടിയാൽ അതിന് രക്ഷപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, ഒറ്റപ്പെടുത്തരുത്. അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, അവരെ ചികിത്സിക്കുക. അങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമ അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലയിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു മനുഷ്യനായാലും ജീവിതത്തിന്റെ ചില പ്രത്യേക സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ തോന്നിപ്പോകും. അവിടെ
നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, കാര്യങ്ങൾ കൊണ്ട് ആ ചിന്തയെ വകഞ്ഞു മാറ്റാനും ദീനിൽ അടിയുറച്ചു നിൽക്കാനും ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇത്തരത്തിൽ പ്രയാസപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിരച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. വഹി വരാതായി പ്രവാചകന് മാസങ്ങളോളം വഹി വരുന്നില്ല. ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി, മുശ്രിക്കുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇതാ അല്ല പോലും കൈവിട്ടിരിക്കുന്നു മുഹമ്മദിനെ. പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ വിഷമങ്ങളുണ്ടായ, മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടായ, മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. വഹി വരാത്ത ദിവസം, വഹി മുറിഞ്ഞുപോയ ദിവസം, വഹി വരുന്നില്ല. അള്ളാന്റെ റസൂൽ ആകെ ബേജാറായി, വലിയ ടെൻഷനായി. അള്ളാ കൈവിട്ടോ, അള്ളാ എന്നെ കൈവടിഞ്ഞോ, വലിയ വിഷമായി. എത്രത്തോളം വിഷമായി എന്ന് വെച്ചാൽ സ്വന്തം നഫ്സിനെ തന്നെ ഇല്ലാതാക്കിയാലോ എന്നുപോലുമുള്ള വിഷമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് സൂറത്തുൽ ളുഹ അവതരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ചേർത്തുപിടിക്കാൻ, അങ്ങനെ മാനസികമായി കൊണ്ടുള്ള ആളുകളെ ചേർത്തുപിടിക്കുന്ന അള്ളാഹുവിന്റെ വർത്തമാനം സൂറത്തുൽ ളുഹ അവതരിക്കുകയാണ്. വൽളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. അല്ലേ, അള്ളാഹു പൂർവാഹനം കൊണ്ടും രാത്രിയെ കൊണ്ടൊക്കെ സത്യം ചെയ്ത് പറയാം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അള്ളാന്റെ റസൂലെ, അള്ളാഹ് നിങ്ങളെ കൈവിട്ടിട്ടില്ല, അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞിട്ടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. പരലോകമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് കുളിർമഴയായിക്കൊണ്ട് അവതരിച്ചതാണ് സൂറത്തുൽ ളുഹ. ആ സൂറത്തുൽ ളുഹ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സൂറത്തുൽ ളുഹ നിർത്തുന്നത് വായിച്ചു നോക്കുക. അള്ളാഹു ഇങ്ങനെ ചേർത്തു പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ ചേർത്തുപിടിക്കലിന്റെ വാക്യങ്ങൾ ഉണ്ടായാൽ ഒരു ആത്മഹത്യയ്ക്കും നമ്മൾ പോവില്ല. എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്ക് മടങ്ങുക, അങ്ങനെ സമാധാനം കണ്ടെത്തുക. അതിലാണ് സമാധാനം, അതിലാണ് വിജയമുള്ളത്. അതാണ് വിജയം എന്ന് പറയുന്നത്. ജീവിതത്തോട് ആ പ്രയാസഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഈ നാട്ടിൽ വലിയ പ്രയാസത്തിലാണ്. വലിയൊരു ദുരന്തം വീണ്ടും വയനാടിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ അവിടെ പ്രയാസപ്പെടുന്ന മണ്ണിനടിയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ പ്രദേശത്ത് ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ട്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, നാട്ടുകാർ, സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാര്, അല്ലേ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വലിയ ആപത്തുകൾ, ദുരന്തങ്ങൾ അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കണ റഹ്മാനെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. നാഥ, അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.